ഇന്ന് ആണ്ടുവട്ടത്തിലെ 12-ാം ഞായർ ആഘോഷിക്കുന്നു. കടലിനെ ശാന്തമാക്കുന്ന ക്രിസ്തുവിനെ വിശുദ്ധ മാർക്കോസ് 4:35-41 നാം ഇന്ന് ധ്യാനിക്കുന്നു. ജനങ്ങളെ പഠിപ്പിച്ച ശേഷം അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവർ കടലിലേക്ക് പോകുന്നു. ജനങ്ങളെ പഠിപ്പിക്കുക എന്നത്, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നത് യേശുവിൻ്റെ ദൗത്യമായിരുന്നു എങ്കിലും തൻ്റെ ശിഷ്യരെ ഒരുക്കുക എന്നത്, അവരെ തൻ്റെ ദൗത്യം ഏൽപ്പിക്കുക എന്നത് യേശുവിൻ്റെ ഏറ്റവും വലിയ കടമയായിരുന്നു. ശാന്തതയിൽ എല്ലാം ചെയ്ത ക്രിസ്തു തൻ്റെ ശാന്തത വെടിയാതെ ധൈര്യത്തോടെ എല്ലാം കൈകാര്യം ചെയ്യുന്നു. ദൈവത്തിൽ പരിപൂർണമായും ആശ്രയിച്ച ക്രിസ്തു തൻ്റെ ശിഷ്യരുടെ ആശ്രയബോധത്തെ പരിശോധിക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് ചീറിപ്പാഞ്ഞു വരുന്ന കടലിനെ, തിരമാലകളെ, കാറ്റിനെ അടങ്ങിയിരിക്കുവാൻ ആജ്ഞാപിക്കുന്ന ഇന്നത്തെ സുവിശേഷം. കടലിലും കായലിലും കാറ്റും കോളും ഒക്കെ അതിൻ്റെ സൃഷ്ടാവിനെ അനുസരിക്കുന്നത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുവാൻ മാത്രമേ മനുഷ്യരായ നമ്മൾക്ക് കഴിയൂ. യാത്ര പോകുവാൻ നാം തിരഞ്ഞെടുക്കുന്ന വള്ളവും വഞ്ചിയും കപ്പലും വാഹനങ്ങളുമെല്ലാം കർത്താവിനാൽ നയിക്കപ്പെടണമെന്നും എല്ലാറ്റിൻ്റെയും അമരക്കാരൻ നമ്മുടെ സൃഷ്ടാവായ ത്രിത്വമായ ദൈവമായിരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നതാണ് ഗലീലിയയിലെ കടലിൽ നടന്ന ഈ സംഭവം. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം, ഗുരു, ഞങ്ങൾ നശിക്കുവാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ എന്ന ശിഷ്യരുടെ നിലവിളിയിൽ ഉൾച്ചേർന്നിരിക്കുന്നു. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം അവസാനിച്ചു എന്ന് നാം കരുതുന്ന ഇടത്തിൽ നിന്നും, പോയിന്റിൽ നിന്നും, വേദനകളിൽ നിന്നും, കരച്ചിലിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും ദൈവം തുടങ്ങും. ആ സന്ദർഭങ്ങളിൽ ദൈവത്തെ നാം ഉറക്കിക്കിടത്തി എല്ലാം സ്വന്തമായി ചെയ്യുവാൻ കഴിയും എന്ന് കരുതുമ്പോൾ, ദൈവത്തെ വിളിച്ചുണർത്താതിരിക്കുമ്പോഴാണ് എല്ലാം കൈവിട്ടു പോയി എന്ന ചിന്ത നമ്മെ കൂടുതൽ വേദനിപ്പിക്കുക. നാം വേദനിക്കുമ്പോൾ നമ്മുടെ കൂടെ വേദനിക്കുന്ന കർത്താവിൻ്റെ മുഖം മറക്കാതിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.